ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബി എൽ ലവ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ് നോട്ട് പുതിയ സീരീസാണ്, അതിൻ്റെ എപ്പിസോഡ് ഇട്ടാലോ എന്ന്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും കമൻറ്റ് ചെയ്യണേ. കാരണം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ എപ്പിസോഡ് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട, നമുക്ക് പകരം വേറെ ഡ്രാമ നോക്കണമെങ്കിൽ നോക്കാമല്ലോ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നോട്ട് എപ്പിസോഡ് 1 കാണാം. തുടക്കം തന്നെ നമ്മുടെ രണ്ട് ആക്ടേഴ്സിൻ്റെയും എൻട്രി ആണ്. അപ്പോൾ അതിൽ ഒരാൾ നല്ല ഫോർമലായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്, മറ്റേ ആൾ നല്ല കാഷ്വലായിട്ട് നടന്നു വരുന്നുണ്ട്. സോ കാഷ്വലായിട്ട് നടന്നു വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം ഫാത്സയാണ് ഇതിലെ ആദ്യത്തെ ഹീറോ. അപ്പം നോക്കുമ്പോഴത്തേക്കും ദേ ഒരു പയ്യനെ കുറേ പേരൊക്കെ കൂടിയിട്ട് ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട്, കഴുത്തിൻ്റെ അവിടേക്ക് കടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഫാത്സ വരികയാണ്. അങ്ങനെ അവൻ നോക്കി നിൽക്കുകയാണ് അവിടെ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ നകുൻ. ഓക്കെ, അപ്പം നകുൻ എന്ന് പറയുന്നത് വലിയൊരു ഫാമിലിയിലെ വലിയൊരു ആൽഫയാണ്. അപ്പം നമുക്കറിയാലോ, ഈ ഒരു സീരീസിൽ സെക്കൻഡറി ജെൻഡേഴ്സ് വെച്ചിട്ടാണ് ഈ കഥ നടക്കുന്നത്, ആൽഫ ബീറ്റ ഒമേഗ. സോ നമ്മുടെ നകുൻ എന്ന് പറയുന്നത് ഒരു വലിയ ആൽഫയാണ്. ഇതേ സമയം ഫാച്ച പയ്യനെ ഉപദ്രവിക്കാവുന്ന എല്ലാവരെയും അവിടെ അടിച്ചു എഴുതിയിട്ടിട്ട് ആ പയ്യനെ രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പയ്യൻ ഭയങ്കര താങ്ക്സ് ഒക്കെ പറയാണ്. അപ്പം ആ പയ്യനോട് ഇവൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ചോദിക്കുമ്പോൾ പയ്യൻ പറയും ഇല്ല എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ എന്തിനാണ് ഇവർ നിന്റെ പിന്നാലെ വരുന്നത്, എന്ത് ചെയ്യാനായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും എൻ്റെ കഴുത്തിൽ കടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കിയെന്ന് പറയും. അപ്പോൾ പറയും കഴുത്തിൽ കടിക്കുക, ഇതെന്താ ഒരു പട്ടികളാണോ എന്നൊക്കെ ചോദിക്കും. കാരണം നമ്മുടെ ഫാച്ച ഭയങ്കര ഇന്നസെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവൻ പയ്യൻ ഇങ്ങനെ നോക്കിയിട്ട് പറയും നിനക്ക് അറിയില്ലേ അതൊന്നും ചോദിക്കുകയാണ്. എന്നിട്ട് ആ പയ്യൻ പറയും ശരി അത് മൈൻഡ് ചെയ്യണ്ടെന്ന് പറയും. അപ്പം പയ്യൻ്റെ പേര് സണ്ണിയ എന്നാണ്, നിയ. അപ്പോൾ ഈ നിയ ഭയങ്കര എന്താ പറയുക, ഫാറ്റ്സിയോട് ഭയങ്കര ഇഷ്ടമാവും. എന്നിട്ട് ഫാറ്റ്സിയോട് പറയും വളരെ താങ്ക്സ്, എനിക്ക് ലൈൻ ഐ ഡി തരുമോ ചോദിക്കും. അങ്ങനെ ഫോണൊക്കെ കൈമാറി ലൈൻ ഐ ഡി ഒക്കെ മാറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സണ്ണിയുടെ മുഖം കാണുമ്പോൾ അറിയാനുണ്ട് ഫാറ്റ്സിയുടെ എന്തോ ഒരു ഇഷ്ടം പോലെ. പക്ഷെ ഫാറ്റ്സിയുടെ മുഖത്തും എനിക്കത് തോന്നി കേട്ടോ. അങ്ങനെ ഈ സീരീസിലെ അടുത്ത കഥാപാത്രം നഗീൻ. അപ്പം നഗുൻ്റെ ബ്രദറാണ് നഗീൻ. അപ്പോൾ ഈ നഗീനെ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പം നഗീനെ കാണാൻ വേണ്ടിയിട്ട് നഗുൻ അവിടെ വരുന്നുണ്ട്. അപ്പം നഗീൻ്റെ ബാറാണത്. അപ്പം നഗുൻ വന്നിട്ട് ചോദിക്കുകയാണ് പുതിയ സുപ്പീരിയൻറ്റൻ്റ് എവിടെ ചോദിക്കുകയാണ്. അപ്പോൾ നഗീൻ പറയും അവിടെ ആളെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. ആക്ച്വലി ആ ഭാഗം നമുക്കിപ്പോൾ ക്ലിയർ അല്ല, നമുക്കത് പിന്നെ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നഗുൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഏതോ ഒരു കോൾ ബോയ് പോലത്തെ ഒരു പയ്യൻ അവിടെ വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത് വന്നിരിക്കുമ്പോഴത്തേക്കും ആ ഫെറമോൺസ് നമ്മുടെ നഗുന് ഇഷ്ടാവില്ല. അറിയാലോ അല്ലേ, ആൽഫ ബീറ്റ ഒമേഗയിൽ ഈ ഫെറമോൺസ് ആണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ ഫെറമോൺസ് എന്ന് പറയുമ്പോഴത്തേക്കും ആൽഫയ്ക്ക് പറ്റിയ ഫെറമോൺ തന്നെ ആയിരിക്കണം. അവർക്കൊരു മാച്ച് വരണമെങ്കിൽ അത്രയും കോമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഫെറമോൺ ആയിരിക്കണം. പക്ഷേ ആ പയ്യൻ്റെ ഫെറമോൺ അവന് ഇഷ്ടാവില്ല. അപ്പോൾ അവനൊരു നോട്ടം നോക്കുമ്പോഴത്തേക്കും അവൻ അവിടെ നിന്ന് പോകും. സോ ഇത് മനസ്സിലാക്കുന്നത് നമ്മുടെ ആൽഫയുടെ ആളെ ഇതുവരെയും ആൽഫ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ നമ്മുടെ അടുത്ത കഥാപാത്രം ഓങ്സ. ഓക്കെ, അടുത്ത സെക്കൻഡ് ലീഡാണ് കേട്ടോ. അങ്ങനെ ഓങ്സ ഒരു കഫേ നടത്തുന്നുണ്ട്. ആ കഫേയിൽ ഇരുന്നിട്ട് അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആൾ, എൻ്റെ പേര് നൈല്. ഓങ്സ, നൈല് അവരൊക്കെ നല്ല കൂട്ടാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഫാറ്റ്സ കയറി വരുന്നുണ്ട്. ബ്രോ എനിക്കൊരു കോഫി എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് നേരെ കയറി വരികയാണ്. ദെൻ ഓങ്സയുടെ അടുത്ത് വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഓങ്സ പറയുന്നുണ്ട് നീ ഭയങ്കര മെസ്സാണല്ലോ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാം ഒന്നും പറയണ്ട, ഞാൻ ഭയങ്കര ഹീറോ ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഞാനിന്ന് ചെയ്ത കാര്യങ്ങൾ അറിയുന്നു, ഒരു പയ്യനെ എല്ലാവരും കൂടി അവിടെ നിന്ന് ഓടിപ്പിക്കുന്നു. ഞാൻ വിചാരിച്ചു അവൻ്റെ കാശ് തട്ടിപ്പറിക്കാനെന്ന്. എന്തിനാണെന്നറിയോ, അവൻ്റെ കഴുത്തിൽ കടിക്കാൻ നോക്കാനത്രേ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ഓങ്സയ്ക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാത്സ പാവം അവൻ പറയാം എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ചോദിക്കുമ്പോഴത്തേക്കും ഓങ്സ പറയാണ് അത് മിക്കതും ആൽഫകളാവാനാണ് വഴി. ആൽഫയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒമേഗേനെ അവർ ചിലപ്പോൾ ഇതുപോലെ ബൈറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോഴത്തേക്ക് ഇവൻ അതൊക്കെ എന്താ ചോദിക്കും. അപ്പോൾ നമ്മുടെ വംശ പറയും നമ്മൾ മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നത് പ്രൈമറി ജെൻഡർ ആണെങ്കിൽ സെക്കൻഡറി ജെൻഡേഴ്സ് ആൽഫ ബീറ്റ ഒമേഗയുണ്ട്. ആൽഫ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളാണ്, ബീറ്റകൾ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും സ്മെല്ല് ചെയ്യില്ല. പക്ഷേ ഒമേഗ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫെറമോൺസ് ഉള്ളവരാണ്. അപ്പോൾ ആൽഫകൾക്ക് ഒമേഗയുടെ ഫെറമോൺസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒമേഗനെ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒമേഗ ഇപ്പോഴും ആൽഫയുടെ കൂടെ ആയിരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ ഇവനെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര ഞെട്ടലായിരിക്കും കേട്ടോ. അപ്പം ഇവൻ നമ്മുടെ ഓങ്സ പറയാണ് ഫാത്സയോട് നീ എന്തായാലും ഒരു ആൽഫയായിരിക്കും എന്ന് പറയും. അപ്പം ഫാത്സ ചോദിക്കും അതെന്തേ ചോദിക്കും. അല്ല അത് ഉറപ്പ്, നീ ഭയങ്കര ക്ലവറാണ്, ഭയങ്കര ലീഡർഷിപ്പ് ഉണ്ട്, ഭയങ്കര സ്മാർട്ടാണ്
എന്തായാലും നീ ഒരു ആൽഫയായിരിക്കും എന്ന് പറയും. പക്ഷെ അപ്പോൾ ഇവൻ പറയും പക്ഷെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതുവരെയും ഒരു ഫെറമോൺസ് സ്മെല്ല് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ, ആകെ ഒരെണ്ണം എനിക്ക് പറ്റിയെന്ന് പറയുമ്പോഴത്തേക്കും അവർ ഇത് ഏതാന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും പറയും ഈ നൈലിൻ്റെ കുളിക്കാത്തപ്പോഴത്തെ സ്മെല്ല് മാത്രം എന്ന് പറയും. അപ്പം അങ്ങനെ നൈലിനെ കളിയാക്കും. അങ്ങനെ അവരൊക്കെ കൂടിയിട്ട് നമ്മുടെ ഫാദ്സ് ആ ഒരു ആൽഫയാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ അവനോട് പറയാണ് അവൻ്റെ സെക്കൻഡറി ജെൻഡർ ഒന്ന് നോക്കണം എന്നുള്ളത്. പക്ഷെ അവനത് അങ്ങനെ വിടുന്നു. ദെൻ നേരെ അവൻ ഭയങ്കര ചാടി തുള്ളിയിട്ട് അവൻ്റെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് അവൻ കോഫി എടുക്കാൻ പോവാണ്. അങ്ങനെ അവനത് കുടിക്കാൻ വേണ്ടിയിട്ട് ആ കോഫി എടുക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് പറയുന്നത് ആ കോഫി അവനുള്ളതല്ല, അത് വേറെ ആളുടെയിലേക്ക് കൊടുക്കാൻ പറയും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അത് കൊടുക്കുമ്പോഴത്തേക്കും അവൻ്റെ ഫെറമോൺസിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ആ കപ്പിലുണ്ടായിരിക്കും. അങ്ങനെ അവന് ശരിക്കുള്ള കോഫിയൊക്കെ കൊടുക്കും. അവൻ ആ കോഫിയൊക്കെ കുടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇത് വാങ്ങിച്ചത് ആരാണെന്ന് അറിയോ ശരിക്കും ഈ കോഫി? അത് നമ്മുടെ നകുണിൻ്റെ ബോഡി ഗാർഡ്സ് ആണ്. അങ്ങനെ നകുണിന് ആ ബോഡി ഗാർഡ്സ് വന്ന് കോഫി കൊണ്ടുവന്ന് കൊടുക്കും. നകുൺ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് കൊടുക്കുമ്പോഴത്തേക്കും ആ കപ്പിൻ്റെ മണം അവനെ ഭയങ്കരമായിട്ട് ഭ്രമിപ്പിക്കും. അവനെന്തോ ഒരു അട്രാക്ഷൻ. അവനതിങ്ങനെ സ്മെല്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്താണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല ഇതിന് ഭയങ്കര സ്മെല്ലുണ്ടെന്ന് പറയും. പക്ഷേ ബോഡി ഗാർഡ്സൊക്കെ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം ആൽഫയ്ക്ക് അവൻ്റെ ഒമേഗയുടെ സ്മെല്ലാണല്ലോ അറിയുന്നത്. അപ്പോൾ അവൻ പറയണേ ഇല്ല. എന്നിട്ട് അവനത് കയ്യിലെടുത്ത് വെക്കുവാണ്. അങ്ങനെ കാറിലിരിക്കുമ്പോഴും അവൻ വളരെ ഭ്രാന്തമായിട്ട് ആ ഒരു കപ്പിനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്, സ്മെല്ല് ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പം നഗിൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. കാരണം എന്താ ചേട്ടനെ പറ്റിയെന്ന് അവരും മനസ്സിലാക്കുന്നില്ല. അപ്പം നമ്മുടെ നകുൺ പറയുന്നുണ്ട് ബോഡി ഗാർഡ്സിനോട് അവിടുത്തെ CCTV ചെക്ക് ചെയ്യണം, ഇത് ആരുടെ ആണെന്നുള്ളത് നോക്കണം എന്ന് പറയും. അപ്പോൾ അവർ ഓക്കെ എന്ന് പറയും. അങ്ങനെ നമ്മുടെ ചെക്കനാണെങ്കിൽ ഓഫീസിലിരിക്കുമ്പോഴും ഈ ഒരു കപ്പും സ്മെല്ലും മാത്രമേ അവൻ്റെ മനസ്സിലേക്ക് വരുന്നുള്ളൂ. അവനാകെ കംപ്ലീറ്റ്ലി എന്താ പറയുക ശ്രദ്ധ പോവാണ്. ദെൻ നമ്മുടെ ബോഡി ഗാർഡ് കൊടുന്നിട്ട് CCTVയുടെ ഇതൊക്കെ ടാബിൽ കാണിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആംഗിൾ ശരിയാവുന്നില്ല, ആരാന്ന് മനസ്സിലാവുന്നില്ല. അപ്പം നകുലിന് ദേഷ്യം വന്നിട്ട് ബോഡി ഗാർഡ്സിന് ചീത്ത പറയുന്നുണ്ട്. കാരണം അത്രയും അവൻ ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആയി ആ ഒരു സ്മെല്ലിനോട്. അങ്ങനെ അവൻ ആ കപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്ന് വരും നീ എന്നും ചോദിച്ചിട്ട്. അങ്ങനെ കുറച്ചൊരു വൈൽഡായിട്ടുള്ള ചിന്തകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ സീൻസ് കാണിക്കുന്നില്ല. ദെൻ പിന്നെ നമ്മൾ നകുനും നഗിനും കൂടിയിട്ട് കാറിലിരിക്കുമ്പോഴത്തേക്കും കുറേ പേര് അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അങ്ങനെ ബോഡി ഗാർഡ്സ് അവരെ അടിച്ച് വീഴ്ത്തുകയാണ്. അപ്പം നമ്മുടെ നഗിൻ കളിയാക്കി പറയുകയാണ് ഓ ഇന്ന് ഇവർക്കാണ് മരിക്കാൻ വിധിയെന്ന് തോന്നുന്നു, ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നകുൻ പറയുകയാണ് എന്തായാലും ബോഡി ഗാർഡ്സ് എന്തായാലും നോക്കിക്കോളും, ഞാൻ അങ്ങനെയുള്ളവരെയല്ലേ എടുക്കുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും നഗിൻ കളിയാക്കിയിട്ട് ചോദിക്കുകയാണ് അതൊക്കെ ശരി, പക്ഷെ അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലേക്കുള്ള ആളെ എപ്പോഴാണ് എടുക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ പറയും എനിക്ക് അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നഗിൻ പറയും അങ്ങനെയൊന്നും പറ്റില്ല, നിനക്കൊരു ഗേൾ ഫ്രണ്ട് വേണ്ടേ, കല്യാണം കഴിക്കണ്ടേ, ഇനി നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നീ കല്യാണം കഴിച്ചില്ലേ പറ്റുള്ളൂ, നമ്മുടെ ഫാമിലിയെ കൊണ്ടുപോകണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്കും അവൻ പറയും അങ്ങനെ ആരെങ്കിലും കണ്ടാൽ ഞാൻ പറയാമെന്ന് പറയും. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവൻ ആ ഒരു വില്ലനോട് ചോദിക്കുകയാണ് ആരെ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ മിണ്ടുന്നില്ല. അപ്പോൾ നമ്മുടെ നഗിൻ ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ. എന്നിട്ട് അവൻ പറയും ബോഡി ഗാർഡ്സിനോട് അവന് സംസാരിക്കാൻ താല്പര്യമില്ല തോന്നുന്നു, അവൻ എന്തായാലും മൊത്തത്തിൽ സംസാരിക്കാൻ ഇടയില്ലാത്ത അവസ്ഥയിലാക്കിക്കോളാൻ പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോവാണ്, നഗിനും നകുനും കൂടിയിട്ട്. സോ മനസ്സിലായല്ലോ അവരും വലിയൊരു മാഫിയ തന്നെയാണ് ആക്ച്വലി. നഗിൻ എന്നിട്ട് നകുനോട് പറയണം ചേട്ടൻ ഇങ്ങനെ എല്ലാ ഭാരം കൂടി തലയിൽ കയറ്റി വെക്കില്ലേ, ഇങ്ങനത്തെ ഓരോ ഇഷ്യൂസ് വരുമ്പോഴും എന്നെയും കൂടി ഒന്ന് സഹായത്തിനോട് വിളിച്ചോടെ ചോദിക്കുമ്പോൾ അവൻ പറയണം വേണ്ട, അപ്പം നമ്മുടെ അച്ഛൻ വിചാരിക്കും ഞാൻ ഭയങ്കര വീക്കാണെന്നുള്ളത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയും. അപ്പോഴത്തേക്കും നഗിൻ പറയും ശരി ശരി, പക്ഷെ എന്തൊക്കെയായാലും വേഗം പെണ്ണിൻ്റെ കാര്യം നോക്കിക്കോട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ആരുടെങ്കിലും കൈകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ അമ്മ നിന്നെക്കൊണ്ട് ആരെങ്കിലും കെട്ടിക്കുന്നൊക്കെ പറയും. അങ്ങനെ അവർ ഭയങ്കര ഫണ്ണി ആയിട്ടൊക്കെ സംസാരിച്ച് അവിടെ നിൽക്കുന്നു. ദെൻ അവരുടെ ഒരു ഫാമിലി ടൈമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ അച്ഛനെയും അമ്മേനെയൊക്കെ കാണിക്കുന്നുണ്ട്. ദെൻ നകുനും നക്കീനും കൂടി ഒരുമിച്ച് വന്നിരിക്കുന്നുണ്ട്. ദെൻ അവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കുന്നു. ആക്ച്വലി ഇതിൽ ജസ്റ്റ് ഈ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കാണിച്ചൊരു സീൻ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. ദെൻ അവിടേക്ക് അടുത്ത ബ്രദർ, എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു ഹാഫ് ബ്രദറാണ് തോന്നുന്നുണ്ട്, നാഫിച്ച് എന്ന് തോന്നുന്നുണ്ട് വായിക്കുന്നത് കേട്ടോ, നാഫിച്ച് വരികയാണ്. സോ തേർഡ് ബ്രദർ. സോ ഇവർ 3 പേരും ആൽഫകളാണ്. ഈ 3 ആൽഫയാണ് ഇനി ഈ ഒരു സീരീസിൽ കത്തിക്കയറാൻ പോകുന്നത്. ദെൻ ഈ ആൽഫയ്ക്കുള്ള ഫുഡും ഒക്കെ ശരിയാക്കുവാണ്. അങ്ങനെ ആ ഒരു ഫാമിലി ടൈം കഴിയുന്നു. ദെൻ അടുത്തത് നമ്മുടെ നൈല് ഷോപ്പിൽ നിൽക്കുന്നുണ്ട്. ദെൻ അവിടേക്ക് ഫാത്സ വരികയാണ്. ദെൻ ഫാത്സ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ദേ അവിടെ ആരിയ്ക്കുന്നു, അവിടെ സോങ്നിയ ഇരിക്കുന്നു. അപ്പോൾ നീ എന്താ ഇവിടെ ഇരിക്കുന്നത് ചോദിക്കുമ്പോൾ പറയും അല്ല ഞാൻ താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സും കൊണ്ട് വന്നാന്നൊക്കെ പറയും. പക്ഷേ സോങ്നിയുടെ മുഖം കണ്ടറിയാം ഫാത്സയോട് എന്തോ ഉണ്ടെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഫാത്സ പറയും ഓ അതൊന്നും വേണ്ടായിരുന്നു എന്തിനാന്നൊക്കെ പറയും. എന്നിട്ട് പറയും നമ്മുടെ സോങ്നിയെ പറയും അല്ലല്ല അത്രയും വലിയൊരു പ്രശ്നം എന്നാണ് നീ എന്നെ രക്ഷിച്ചേ പറയും. അപ്പോൾ നമ്മുടെ ഫാത്സ പറയും
സത്യം പറ നീ ഇനി ഒമേഗയാണോ ചോദിക്കും. അപ്പോഴത്തേക്കും സൗമ്യ പറയും അതെ ഒമേഗയാണ്, അതുകൊണ്ടാണ് എൻ്റെ കഴുത്ത് കടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാനിനി ആൽഫയ്ക്ക് മാത്രം അടിമയായിട്ട് ഇരിക്കേണ്ടി വന്നേനേന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവൻ ചോദിക്കുകയാണ് വേറൊരു വഴിയില്ലേ അത് തിരിച്ച് ആ ഒരു ബോണ്ട് കളയാമെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ സൗമ്യ പറയും ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ, അതിലൊരാൾ മരിക്കണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ ബോണ്ട് നഷ്ടപ്പെടുള്ളൂ എന്ന് പറയും. പെട്ടെന്ന് നമ്മുടെ ഒങ്സ് അവിടെ വന്നിട്ട് പറയും ഒരിക്കലും നീ ബോണ്ടിങ് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരെ കൊണ്ട് നിൻ്റെ നെക്ക് ബൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കരുതെന്ന് പറയും. അപ്പോഴത്തേക്കും അങ്ങനെ ഡിസ്കഷൻ അവർ 3 പേരും കൂടി ചേരുവാണ്. ദെൻ നമ്മുടെ ഒങ്സ ആൽഫ ബീറ്റ ഒമേഗ കഥ പറയുകയാണ്. അതായത് പണ്ടുണ്ടായിരുന്ന ട്രൈബ്, അപ്പോൾ വോൾഫ് ഗോഡിൻ്റെ ഒരു ട്രൈബ് ഉണ്ടായിരുന്നു, ദെൻ വാരിയസ് ട്രൈബ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വോൾഫ് ഗോഡ്സ് വാരിയ ട്രൈബിലെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ അവർക്കുണ്ടാവുന്ന ആ കുട്ടിയുടെ ആൻസസ്റ്റേഴ്സ് അല്ല, ലീനിയേജിൽ വരുന്ന എല്ലാവരും ഈ പറയുന്ന 3 കാറ്റഗറീസിലാണ് വരുന്നത്. ആൽഫ ബീറ്റ ഒമേഗ. ആൽഫ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിംസൺ മൂണിൻ്റെ ദിവസമാണ് ഈ കുട്ടി ജനിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഈ ആൽഫ എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിരിക്കും, ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ദെൻ അവർക്ക് ഫെറമോൺസ് സ്മെല്ല് ചെയ്യാൻ പറ്റും. ദെൻ ബീറ്റ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യനെ പോലെയുള്ളവരാണ്, അവർക്ക് ഫെറമോൺസ് സ്മെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു ശേഷികളുമില്ല. ദെൻ ഒമേഗയാണുള്ളത്. ഒമേഗ എന്ന് പറയുന്നത് ഏറ്റവും കുറവുള്ളവരും പക്ഷേ ഏറ്റവും ഭംഗിയുള്ളവരും ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളവരുമാണ്. അവരെയാണ് ഈ ആൽഫാസ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ 3 കാറ്റഗറീസാണ് അന്ന് തൊട്ടിട്ട് സെക്കൻഡറി ജെൻഡേഴ്സ് ആയിട്ടുള്ളത്, റെസ്പെക്റ്റീവ് ഓഫ് മെയിൽ ഫീമെയിൽ. അങ്ങനെ ഈ ഒരു കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഓങ്സ പറയണം അതുകൊണ്ടാണ് ഞാൻ ബീറ്റ എന്ന് പറയാൻ കാരണം ഓങ്സയ്ക്ക് ആരുടെയും ഫെറമോൺസ് സ്മെല്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സംഗ്നിയ നമ്മുടെ ചെക്കൻ്റെ ഫെറമോൺ സ്മെല്ല് ചെയ്യാൻ നോക്കും. പക്ഷേ എന്നിട്ട് സംഗ്നിയ പറയും ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ഫാറ്റ്സ വേഗം മേലൊക്കെ സ്മെല്ല് ചെയ്യുന്നുണ്ട്, എന്ത് പറ്റി സ്ട്രേഞ്ച് ആണോ, ചിലപ്പോൾ ഞാൻ ഡേർട്ടി ചെയ്തുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയാണ്. അപ്പോൾ നമ്മുടെ സംഗ്നിയ പറയും അല്ല, എന്തോ ഒരു പ്രത്യേകതയുണ്ട്, ഒന്ന് സെക്കൻഡറി ജെൻഡർ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയും. അങ്ങനെ അവിടെ വെച്ചിട്ട് ആ ഒരു സീൻ കട്ട് ചെയ്യുകയാണ്. ദെൻ പിന്നെ നമ്മൾ കാണുന്നത് ഫാറ്റ്സ നമ്മുടെ ഓങ്സനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഡ്രിങ്ക്സ് ഒക്കെ എടുക്കാൻ വരുമ്പോൾ പെട്ടെന്ന് വയ്യാതെയാവാണ്. അവൻ്റെ ഫെറമോൺസ്, അതായത് നമുക്ക് മനസ്സിലായല്ലോ അല്ലേ, അവനൊരു ഒമേഗയാണ് ആക്ച്വലി. ആ ഒമേഗയുടെ ഒമേഗയ്ക്ക് ഹീറ്റാണുള്ളത്, ആ ഹീറ്റ് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യത്തെ ഹീറ്റാണ് ഒമേഗയുടെ. അപ്പോൾ അവനത് സഹിക്കാൻ പറ്റുന്നില്ല, അവൻ ഭയങ്കരമായിട്ട് കൺട്രോൾ പോകുന്നുണ്ട് അവന്. ദെൻ ഇതേ സമയത്ത് നമ്മുടെ നകുൻ ആരെയാണ് അന്ന് ആ ഫെറമോൺ സ്മെല്ല് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ വന്ന് ചെക്ക് ചെയ്യാണ്. അവന് കാണുന്നില്ല. അപ്പോൾ അവിടെ വേറൊരു ആളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആളോട് സംസാരിക്കുന്നുണ്ട്, അവൻ്റെ ഫാദറിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് ആരാണെന്നൊക്കെ ചിലപ്പോൾ വഴിയെ അടുത്ത സീൻസിൽ കാണുമായിരിക്കും, ഇപ്പം നമുക്കത് മനസ്സിലായിട്ടില്ല. ദെൻ നമ്മുടെ ചെക്കൻ അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് സെക്കൻഡറി ജെൻഡറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വരാൻ 2 ദിവസം സമയം എടുക്കും എന്ന് പറയും. അങ്ങനെ അവൻ അവിടുന്ന് എല്ലാ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പം നൈറ്റ് അവനിങ്ങനെ നടന്ന് പോവാണ്. ദെൻ ഇതേ സമയത്ത് നമ്മുടെ നഫിച്ച് മൂന്നാമത്തെ മോൻ ഏതോ ഒരു എന്താ പറയുക ആൾക്കാരൊക്കെ ആയിട്ട് ഇടിയായിട്ട് പോലീസ് സ്റ്റേഷനിലായിട്ടുണ്ട്. അപ്പോൾ അവനെ ഇറക്കാൻ വേണ്ടിയിട്ട് നകുനും നഗിനും വരുന്നുണ്ട്. അവൻ്റെ വർത്തമാനം കേട്ടിട്ട് നകുന് ദേഷ്യം വന്നിട്ട് തല്ലാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ നഗീൻ പിടിച്ച് നിർത്തുന്നുണ്ട്. ആക്ച്വലി നകുനും നഗീനുമാണ് നല്ല ബ്രദേഴ്സ് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെ ദെൻ പിന്നത്തെ സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ നക്കുന് പെട്ടെന്ന് ആ കപ്പ് വീണ്ടും എടുത്തിട്ട് സ്മെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് കൺട്രോൾ പോയിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുവാണ് ഒരു റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേ സമയത്ത് നമ്മുടെ ചെക്കൻ രാത്രി നടന്നു വരുന്ന കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഇവങ്ങനെ ആലോചിക്കുകയാണ് ഈശ്വര ഞാൻ ആൽഫയാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരികയാണ്. അപ്പോഴത്തേക്കും കുറേ പേര് അവനെ ഫോളോ ചെയ്യുന്നുണ്ട്, അവൻ പെട്ടെന്ന് ഓടുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇവൻ്റെ സെക്കൻഡറി ജെൻഡർ അറിയില്ലെങ്കിലും അതറിയാവുന്ന ആരൊക്കെയോ അവനെ തെരഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പോൾ അവൻ ഓടി കുറേ രക്ഷപ്പെടാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് അത് കെയർഫുള്ളായിട്ട് വേണം നോക്കാം, അവനെ വിർജിനായിട്ട് തന്നെ കിട്ടണം എന്ന് പറയും. അങ്ങനെ അപ്പോൾ എന്തോ അവനെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തോ പരിപാടികളാണ്. അപ്പോൾ നമ്മുടെ കാറിൽ നമ്മുടെ ചെക്കൻ വന്ന് ഇറങ്ങുവാണ് നകുൻ. അങ്ങനെ നകുൻ വന്നിറങ്ങിയിട്ട് വേഗം ഇവരോട് പറയുന്നുണ്ട് മര്യാദയ്ക്ക് നിങ്ങൾ പോയിക്കോ, അവനൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ കുറേ അധികം പേടിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇവർ തിരിച്ചും, അതായത് മനസ്സിലായി, കാരണം ഇവനെ തട്ടിയെടുത്തിട്ട് ആർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്കും ഇവൻ കുറേ ഫൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവനെ രക്ഷിക്കുകയാണ്. അപ്പോൾ അവൻ പറയണത് വളരെ താങ്ക്സ്, നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിച്ചോ, എന്തെങ്കിലും വിഷമമുണ്ടായോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ നിൽക്കുകയാണ്. പെട്ടെന്ന് അവൻ്റെ ഫെറമോൺസ് ഇങ്ങനെ പുറത്തേക്ക് വരും. ആരുടെ? നമ്മുടെ ഫാറ്റ്സയുടെ. പെട്ടെന്ന് നമ്മുടെ നകുൻ്റെ കൺട്രോൾ പോകും. കാരണം നകുൻ ആ ഫെറമോൺസിൻ്റെ അട്രാക്ഷനിലാണ് ഓൾറെഡി നിൽക്കുന്നത്. അങ്ങനെയാണ് അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും. അങ്ങനെ ആ സ്മെല്ല് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അവൻ ഒന്നും പറയാതെ അങ്ങനെ ജസ്റ്റ് ക്ലോസ് ടു നമ്മുടെ ഫാറ്റ്സ അങ്ങനെ വന്ന് ഫാറ്റ്സേനെ ജസ്റ്റ്
വളരെ ക്ലോസ് ആയിട്ട് അവൻ്റെ നെക്കിൽ ബൈറ്റ് ചെയ്യാണ്. ആ ഒരു ബൈറ്റിൽ യെസ്, നമുക്കറിയാം ആ ബൈറ്റ് എന്ന് പറയുന്നതാണ് ആൽഫ ഒമേഗ തമ്മിലുള്ള ബോണ്ട്. സോ ആ ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അതോടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. ബൈ.